മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുടെ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കുവാൻ ദേശീയ അന്വേഷണ ഏജൻസി. അന്വേഷണ ഏജൻസിയുടെ പക്കലുള്ള ശബ്ദരേഖയുമായി താരതമ്യം ചെയ്യുവാനാണിത്. ശബ്ദ സാമ്പിൾ ശേഖരിക്കാൻ അനുമതി ലഭിച്ചാൽ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി എക്സ്പെർട്ട് NIA ആസ്ഥാനത്തെത്തി ശബ്ദരഹിത മുറിയിൽ നിന്നായിരിക്കും റാണയുടെ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കുക. ശബ്ദ സാമ്പിൾ ലഭിക്കണമെങ്കിൽ റാണയുടെ അനുമതി ആവശ്യമാണ്. റാണ ഇത് നിഷേധിച്ചാൽ അനുമതി തേടി NIAക്ക് കോടതിയിൽ പോകാം. സാമ്പിൾ നൽകാൻ വിസമ്മതിച്ച് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. US-ൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച റാണ നിലവിൽ NIA ആസ്ഥാനത്താണുള്ളത്. റാണ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നാണ് വിവരം. ദേശീയ അന്വേഷണ ഏജൻസിയുടെ ചോദ്യം ചെയ്യലിൽ തൃപ്തികരമായ മറുപടികൾ റാണ നൽകിയില്ലെന്നാണ് സൂചന നൽകുന്നത്. 2008-ലെ ഭീകരാക്രമണത്തിന് മുൻപ് ദുബായിൽ റാണ കൂടിക്കാഴ്ച നടത്തിയ വ്യക്തിക്ക് മുംബൈയിലെ ആക്രമണ കേസിൽ പങ്കുണ്ടെന്നും റാണയുടെ ഇമിഗ്രേഷൻ ഏജൻസിയായി രജിസ്റ്റർ ചെയ്ത മുംബൈയിലെ ഓഫീസിന്റെ കരാർ പുതുക്കുന്നതിന് പിന്നിൽ എന്താണെന്നും കണ്ടെത്താനാണ് NIAയുടെ ലക്ഷ്യം. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രധാന പ്രതി ഡേവിഡ് ഹെഡ്ലി ഈ ഓഫീസിനെ തന്റെ പ്രവർത്തനങ്ങളുടെ മറയായി ഉപയോഗിച്ചതായും വിവരങ്ങളുണ്ട്. കേസിൽ പാകിസ്ഥാനി സ്വദേശികളായ ഇല്യാസ് കശ്മീരി, അബ്ദുൾ റഹ്മാൻ എന്നിവരുടെ പങ്കിനെക്കുറിച്ചും 18 ദിവസം നീളുന്ന ചോദ്യം ചെയ്യലിൽ NIAക്ക് ചോദിക്കാം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വിവിധ കേസുകളുമായി റാണയ്ക്ക് ബന്ധമുണ്ടോ എന്നും ഈ സാഹചര്യത്തിൽ സംസ്ഥാന ഏജൻസികൾക്ക് ചോദ്യം ചെയ്യലിന് അവസരം നൽകുമെന്നും സൂചനയുണ്ട്. 2008 ജൂലൈ 25-ലെ ബംഗളൂരു സ്ഫോടന പരമ്പര കേസിലും 2008 സെപ്റ്റംബറിൽ ഭീകരവാദ സംഘടനകളിലേക്ക് കേരളത്തിൽ നിന്ന് യുവാക്കളെ റിക്രൂട്ട് ചെയ്ത കേസിലും റാണയ്ക്ക് പങ്കുണ്ടെന്ന് NIA ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന ഏജൻസികൾക്കും ചോദ്യം ചെയ്യലിന് അവസരം നൽകാനുള്ള സാധ്യത പരിശോധിക്കുന്നത്. പാകിസ്ഥാനിലെ തന്റെ വേരുകളെക്കുറിച്ചും കുടുംബം, വിദ്യാഭ്യാസം, കാനഡയിലേക്കുള്ള കുടിയേറ്റം, ചിക്കാഗോയിൽ ഇമിഗ്രേഷൻ ആൻഡ് ട്രാവൽ ഏജൻസി തുടങ്ങിയതിനെക്കുറിച്ചും റാണ ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥനോട് വിവരിച്ചിട്ടുണ്ട്.